ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. റോമാലേഖനം 13-ാം അധ്യായം 12, 13, 14 വചനങ്ങൾ. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി നടക്ക, വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലും അല്ല. കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കുകയുമരുത് എന്നുള്ള അനുഗ്രഹീത വചനമാണ്. വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതൽ എങ്ങനെയാണ് നടക്കേണ്ടത്, എങ്ങനെയാണ് ഈ ലോകത്ത് ജീവിക്കേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള ഒരു ചിന്ത തന്നെയാണ് ഈ വാക്യത്തിനുള്ളിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായം 1-2 വാക്യങ്ങളിലും നാം ചെയ്യേണ്ടതായ പ്രവൃത്തികൾ എങ്ങനെ ചെയ്യണം എന്ന് സൂചിപ്പിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും ബഹുഭൂരിപക്ഷം ആളുകളും ഇരുട്ടിൻ്റെ പ്രവൃത്തികളിലാണ് ജീവിക്കുന്നത്. വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലും ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലും പിണക്കത്തിലും അസൂയയിലുമൊക്കെ അവരുടെ ജീവിതം മുൻപോട്ട് കഴിക്കുമ്പോൾ വിശുദ്ധ പൗലോസ് പറയുകയാണ്, അങ്ങനെ നടക്കുവാൻ വേണ്ടിയല്ല ഞാൻ നിങ്ങളെ വിളിച്ചതെന്നും നിങ്ങൾ ഇരുളിൻ്റെ പ്രവൃത്തികളെ മുഴുവനായി വെച്ച് കളഞ്ഞിട്ട് നിങ്ങൾ പകൽ സമയത്ത് എന്ന പോലെ ആരുടെയും മുൻപിൽ ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തികൾ മാത്രമേ ഏത് സ്ഥലത്തു വെച്ചും ഏത് നിലകളിലും ചെയ്യുവാൻ പാടുള്ളൂ. അതാണ് പറഞ്ഞത്. ഇരുളിൻ്റെ പ്രവൃത്തികളെ വെച്ചൊഴിയുകയും വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കുകയും ചെയ്തുകൊണ്ട് നാം മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യരും മര്യാദയുള്ളവരും ആയി നടക്കുവാൻ ഉത്സാഹിക്കുന്നത് പോലെ അത്യുന്നതനായ ദൈവത്തിൻ്റെ മുൻപിൽ നിങ്ങൾ ശ്രേഷ്ഠരായി തീരണമെങ്കിൽ ഇരുളിൻ്റെ പ്രവൃത്തികളെ പൂർണ്ണമായി വെച്ച് കളയണം എന്നുള്ളതാണ്. നാം ഇന്നലകളിൽ അന്ധകാരത്തിന് കീഴിലായിരുന്നു എന്നും അതിനകത്തു നിന്ന് നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച ദൈവത്തിൻ്റെ ആ വിളിയും തിരഞ്ഞെടുപ്പും തിരിച്ചറിഞ്ഞുകൊണ്ട് ആ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളെ പൂർണ്ണമായി വെച്ചൊഴിഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ച് പകൽ സമയത്തെന്നപോലെ മര്യാദയായി നടക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി നാം തീരുവാൻ ഉത്സാഹിക്കുക എന്ന പദമാണ് ഈ വാക്യങ്ങളിൽ ഓർപ്പിച്ചിട്ടുള്ളത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ഇരുളിൻ്റെ പ്രവൃത്തികൾ, തിന്മ നിറഞ്ഞ പ്രവൃത്തികൾ, അശുദ്ധി നിറഞ്ഞ പ്രവൃത്തികൾ, അതിനെ പൂർണ്ണമായി നാം വെച്ച് കളഞ്ഞിട്ട് വിശുദ്ധനായ ദൈവത്തോടു കൂടെ പകലിൻ്റെ മക്കളായി വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചവരായി മുന്നേറുവാൻ
താല്പര്യപ്പെടുകയും പ്രാർത്ഥിക്കുകയും ആ തലത്തിൽ ജീവിക്കുകയും ചെയ്യാൻ ഉത്സാഹിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ ഇരുളിൻ്റെ പ്രവൃത്തിയിൽ ജീവിക്കുന്നവരായിട്ടല്ല, ഞങ്ങൾ വെളിച്ചത്തിൻ്റെ പ്രവൃത്തിയിൽ ജീവിക്കുന്നവരും വെളിച്ചത്തിൻ്റെ മക്കളുമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചിന്തിക്കേണ്ടത് മാത്രം ചിന്തിപ്പാനും ആ നിലകളിൽ മാത്രം ഞങ്ങൾക്ക് ജീവിപ്പാനും ഞങ്ങളെ പ്രാപ്തരാക്കണം. ഞങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.